ദൈവത്തിൻ്റെ വന്യതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനയ തിരുമേനി, സ്നേഹം നിറഞ്ഞ അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട അച്ഛനെയും എൻ്റെ കുഞ്ഞുങ്ങളെയും അനുമോദിക്കുവാനായിട്ടാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. എന്നിരുന്നാലും ആദ്യത്തെ അനുമോദനം ഇന്നത്തെ അതെന്തിനാണെന്ന് ചോദിച്ചേക്കാം. നിങ്ങളെ ശരിക്ക് പ്രാർത്ഥിക്കുകയും സഭയുടെ സമാധാനത്തിനായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായത്. നമുക്കിച്ചിരി തലവേദന ഉണ്ടായെന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഒരു നാശത്തിൻ്റെ തുടക്കം അതിന് മുമ്പത്തെ വർഷം തുടങ്ങിയെങ്കിലും അതിൻ്റെ ഏറ്റവും ഭയങ്കരമായ അവസ്ഥയിലേക്ക് തോമസ് പ്രതിഭനും ആൾക്കാർ ചെന്നെത്തിയായിരുന്നു ഈ സംഭവത്തോടെ തുടങ്ങിയത്. നാശകാലെ വിപരീത ബുദ്ധി എന്നല്ലേ പറയുന്ന പഴയ അപ്പച്ചന്മാരല്ല. നാശകാലെ വിപരീത ബുദ്ധിയിലേക്ക് അദ്ദേഹത്തിന് കടന്നു ചെല്ലുവാൻ ഇടയായത് ഇതുകൊണ്ടാണ്. വിനാശകാല വിപരീത ബുദ്ധി. അപ്പോൾ അതുകൊണ്ട് വിനാശകാലയായി തീർന്നിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. അതിൻ്റെ പ്രധാന കാരണം സഭയ്ക്ക് വേണ്ടിയും സഭയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സമർപ്പണമാണ് എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയുകയും ഇവിടെ വന്ന നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ് അനുമോദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്നലെ പരിമല ചെന്നപ്പോൾ എന്നോട് ഒരു അച്ഛൻ പറഞ്ഞു, അവിടെ പത്രത്തിലെല്ലാം ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം മഞ്ഞിനിക്കരെ വല്ലാതെ കരഞ്ഞ കാര്യങ്ങളും കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരിലാണ് തൃക്കുന്നത്ത് സെമിനാരിയും വസ്തുവകളും വിൽപ്പത്രത്തിൽ എഴുതിയിരിക്കുന്നത്. പുതിയൊരു രേഖയാണ്. അപ്പം ഞാൻ ഇന്ന് കണക്കൂട്ടി 86 വർഷം കുറച്ചാൽ ഈ പുള്ളി ജനിക്കുന്നതിന് മുമ്പേ പിതാക്കന്മാർ ഈ പുള്ളിക്ക് എഴുതി കൊടുത്തോന്നറിയില്ല. അപ്പൻ്റെ അമ്മയുടെയും കടിപ്രദേശത്തിരുന്നപ്പം തന്നെ പിതാക്കന്മാർ എഴുതി കൊടുത്തുവല്ലോ എന്ന് ഞാൻ അറിയാനായിട്ട് അവിടുന്ന് പത്രങ്ങൾ വാങ്ങിച്ചു നോക്കി. സത്യമാണ്, പത്രത്തിൽ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ രേഖ എനിക്കാണ് വിൽപ്പത്രം എഴുതിയിരിക്കുന്നത്. എന്തൊരു കള്ളം, എന്തൊരു കള്ളം! കരഞ്ഞു പറയുമ്പോൾ പാവപ്പെട്ട ജനം വിശ്വസിക്കുന്നു. പത്രത്തിലുള്ളതാണ് ഈ സംഭവം. അത് ഞാനൊരു പത്രം എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. അവിടെ അതിലൊരു പത്രത്തിൽ വന്നത് എല്ലാവർക്കും കാണുമെങ്കിൽ ഇന്നത്തെ മനോരമ പത്രത്തിലുള്ളതായിരിക്കും കണ്ടിട്ടുണ്ട്. വേറെയും പത്രങ്ങളിലുണ്ട്. എൻ്റെ പേരിലാണ് വിൽപ്പത്രം എഴുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് യാതൊരു ഒഴുക്കില്ലെന്നുള്ളത് തീർച്ചയാണ്. എന്നാൽ ആ സമയത്ത് അങ്ങേരെ കുറിച്ച് ഈ പിതാക്കന്മാരാരും തന്നെ സ്വപ്നം പോലും കണ്ടു കാണുകയില്ല. ആ സമയത്ത് ഇങ്ങനെ ഒരു വിൽപ്പത്രം എഴുതാനായിട്ട് തോന്നി എന്ന് പറയുമ്പോൾ അതിന് അത്ഭുതം തോന്നും. മഞ്ഞിനിക്കരെ ആ പരിശുദ്ധഭാവായാണ് നമ്മളെല്ലാം കരുതുന്നു. ആ പരിശുദ്ധന്റെ കബറിങ്ങളിൽ നിന്ന് ഇത്രയും വലിയ കള്ളം അദ്ദേഹം എന്തിനു വിളിച്ചു പോയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടും. ഇന്ന് 2 ദിവസം മുമ്പ് ഞാൻ മുളന്തുരുത്തിയിൽ ഒത്തിരി നാൾ വർക്ക് ചെയ്തു. അതുകൊണ്ട് ഈ പാത്ര കേസ് വർഷത്തുമായിട്ട് അപ്പച്ചന്മാരും ഒക്കെ എന്നോട് പ്രിയമുള്ളവർ ഒത്തിരി പേർ. ഒരാൾ എന്നെ വിളിച്ച് ആശ്വാസം പറഞ്ഞ് ഇതിനോട് പറഞ്ഞു, തിരുമേനി ഈ മനോരമ പത്രത്തിന് മണ്ടയ്ക്ക് ഒരുപാട് പുറത്തിലൂടെ ഒരാൾ കയറി പോകുന്നത്. അപ്പൊ എന്നോട് ചോദിച്ചു, തിരുമേനി ഞങ്ങൾ തിരുമേനി ഇതിലൂടെയാണ് ഞൂണ്ട് കയറിപ്പോയത്. ഞാൻ ചിരിച്ചു. അതെന്താ തിരുമേനി മിണ്ടാതെ ഞാൻ പറഞ്ഞാൽ ഞാൻ മറുപടി പറഞ്ഞ കുറ്റിയെട്ടി എന്താ കയറുന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. പുള്ളി അപ്പൊ എന്നോട് പറയാ, എന്തൊരു കഷ്ടമാണ് പിതാവ് കാണിച്ചത് അല്ലേ? ഞൂണ്ട് കയറിപ്പോകുന്ന പൊത്തിനകത്തൂടെ കയറിപ്പോകാനുള്ളതായ വിവരം എന്ത് ഭയങ്കരമാണെന്ന് ആ അപ്പച്ചൻ ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരുടെ മാനസിക അവസ്ഥ നമ്മളൊന്ന് കാണണം. നമ്മളത് വളരെ വേദനയോട് കാണുന്നത് അവരുടെ ആൾക്കാരുടെ മാനസിക വ്യത. അദ്ദേഹം കാണിച്ചു കൂട്ടിയതായ വിവരക്കേടിന് ആ ജനം അനുഭവിക്കുന്ന വേദന നാം അറിയേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത് എനിക്ക് തോന്നുന്നത് ഈ പോലീസുകാരെല്ലാം 300 പവൻ കട്ടവരെ തമ്മിൽ നടക്കുക. ഇതിനു മുമ്പ് ഞാൻ ഏതോ ഒരു കള്ളത്തരത്തെ കുറിച്ച് മോഷണത്തെ കുറിച്ച് വായിച്ചപ്പോൾ കണ്ടു ഇതുപോലെ ഒരു പണിക്ക് പോയ ആൾക്കാരാണ് ഈ പണി ചെയ്തത്.
ഈ കൊട്ടേഷന് വിളിക്കുന്നവർക്ക് ഒരു പരിപാടിയുണ്ട്. അവരെ കൊട്ടേഷൻ പണി കഴിഞ്ഞാൽ അടുത്ത എവിടെയും പോയി വീട് കവർക്ക് ചെയ്യും. എനിക്ക് തോന്നുന്ന പോലീസുകാരോട് നല്ല ഉപദേശം കൊടുക്കാനുള്ളത്, അവരെ വിട്ട് ചോദ്യം ചെയ്താൽ മിക്കവാറും ഈ 300 പവന്റെ വിവരം കിട്ടും. അതിൽ എത്ര ശ്രേഷ്ഠം കിട്ടി എന്നൊന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇത് തപ്പി പുറത്ത് മദ്രാസിലും തമിഴ്നാട്ടിലും ബാംഗ്ലൂരിലും പോകേണ്ട രണ്ടും അടുത്തടുത്ത് നല്ല കവർച്ചകളാണ്. ഇവിടെയും ഭവനഭേദനമായിരുന്നു, അവിടെയും ഭവനഭേദനമായിരുന്നു. അദ്ദേഹം പറയുന്ന രേഖകളെല്ലാം കള്ളത്തരമാണെന്ന് മുമ്പ് നമുക്കറിയാം. തിരുമേനി വിശദമായിട്ട് പറഞ്ഞു. അവസാനം ഒരു കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അന്ന് 4 മണിക്ക് എൻ്റെ കൊച്ചുങ്ങളിൽ ഒരാൾ വിളിച്ചാണ് ഇവരും പറയുന്നത് നമ്മുടെ അച്ഛനെ തല്ലി ശരിയായിക്കൊണ്ടിരിക്കുകയാണ്, ഞാനൊരു കണക്കിന് രക്ഷപ്പെട്ടു വന്നു. അവൻ്റെ നിലവിളിയൊക്കെ കേട്ട് സത്യത്തിൽ ഞാൻ ഭയന്നു പോയി. എൻ്റെ കാര്യം ഈ ആത്മനെയെല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ പോരുന്നത് തന്നെ പലരെയും വിളിച്ച് പലരോട് മുസ്ലിം പോരുന്നുണ്ടത് ഏതായിരുന്നു തൃശ്ശൂർ കഴിഞ്ഞ് കാണുമ്പോൾ ഒരാൾ എന്നെ വിളിച്ചേച്ച് പറഞ്ഞു, തലപ്പത്തിരിക്കുന്ന ഒരാൾ വിളിച്ചേച്ച് പറഞ്ഞു, തിരുമേനി പന്നിയെ ചുമന്നുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അന്വേഷിക്കണം. അതുപോലെ ആ വൃത്തികെട്ട മനുഷ്യനെ തൂക്കിയെടുത്ത് ജീപ്പിൽ ഇട്ടുകൊണ്ട് പോയിട്ടുണ്ട്. പന്നിയെ ചുമന്നുകൊണ്ട് പോകുന്ന പോലെ പോകേണ്ട ഗതികേട് എവിടെ ഉണ്ടാകുന്നു, എവിടെക്കേട് അങ്ങേയറ്റമുണ്ട്. അത് അത്രയ്ക്ക് നാണം കെട്ട ഒരു അവസ്ഥയിലേക്കാണ് പോയത്. ഏതായാലും എൻ്റെ അച്ഛനും എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഒക്കെ കുറച്ച് ഹേമനമൊക്കെ ഉണ്ടായെങ്കിലും ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആശ്വാസമുണ്ട്. ദൈവം തമ്പുരാൻ നമുക്ക് അനുഗ്രഹം തന്നിരിക്കുന്നു. അങ്ങനെ കൊണ്ട് വിനാശമായ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ ഇടവരുന്നത് നമ്മുടെ നന്മയാണ്. നമുക്ക് കുറച്ചും കൂടെ അനുഗ്രഹമായിരുന്നു. പുറത്താകപ്പാടെ ഉണ്ടായിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു പറഞ്ഞത് കൂട്ടി ശീൽ വെച്ച് പോയി. അതിനൊന്നും ഇല്ലെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ വന്നിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്നലെ മറ്റേ നമ്മുടെ അലക്സാന്ന് തോന്നുന്നു ആരോ വീഡിയോ എടുത്ത് ഇതിനകത്ത് കൊടുത്തിട്ടുമുണ്ടായിരുന്നു. അത് ഒത്തിരി പേര് കാണുകയും അവരെ സന്തോഷം അറിയുകയും ചെയ്യുകയും ചെയ്തു. നെറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യമായിട്ട് വേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും, ദൈവിക കൃപയുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ട്, നിങ്ങൾ തരുന്ന സ്നേഹത്തോടു കൂടിയായ പ്രാർത്ഥന, അത് നീ കൂടുതൽ ഉണ്ടായിരിക്കണം. 3 നോമ്പിൽ ഭംഗിയായിട്ട് വരും. എത്ര ഉണ്ടായാലും എത്ര പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങളുടെ കയ്യിൽ ഒരു പ്രകോപനവും ഉണ്ടാകുകയില്ല. ഞങ്ങൾ നീതിയായിട്ട് ചെയ്യും. ദൈവം ഞങ്ങൾക്ക് നീതി നടത്തി തരും. സ്വർഗത്തിലെ ദൈവം കൈകെട്ടിയിരിക്കുകയില്ല എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അവിടെ പുതിയ പുതിയ ആശയങ്ങൾ ആരാധനയ്ക്ക് മുമ്പ് തിരുമേനി പറഞ്ഞതുപോലെ സമാധാനയാഗത്തിന് അങ്ങനെ ഒരു പരിപാടിയുള്ളൂ. പഴയ നിയമത്തിൽ സമാധാനയാഗത്തിനുള്ള കാര്യം ഞാൻ അവിടെ പറഞ്ഞുകൊണ്ടത് പറയുന്നില്ല. അതായത് ഒരു ഊനമില്ലാത്ത ആളിനെ കൊണ്ടുവരണം. എന്നിട്ട് എല്ലാവരും അതിന് തലേ കൈവെക്കണം. തലയെ കൈവച്ചിട്ട് അതിനെ കൊല്ലണമെന്നാണ് നിയമം. അതിന് പകരമാണ് ഇപ്പം നമ്മൾ തിരുമേനി പറഞ്ഞത് പുത്തൻകുരിശിലെ വിഹാദ പ്രമാണം അനുസരിച്ച് ഊനമില്ലാത്ത പ്രാർത്ഥിക്കുന്ന കുഴപ്പമില്ലാത്ത ഒരു അച്ഛനെ കൊണ്ടുവന്ന് ആദ്യം ഒരു മെത്രാജി ചവിട്ടണം. എന്നിട്ട് മാർക്കുള്ള ചവിട്ടി കൊടുക്കണം. ചവിട്ടി ചതച്ചേച്ച് വേണം യോഗ ആരംഭിക്കാൻ. ഇത് അവരുടെ പുതിയ തീയതിയാണ്. നമുക്ക് അതിനകത്ത് വിഷമിക്കണം. കുർബാനയാണെന്ന് ചൊല്ലിയതിനെ കുറിച്ച് നമുക്ക് വിഷമിക്കണം. എനിക്കതിനെക്കുറിച്ച് ഒരു വ്യാകുലതയും ഇല്ല. എന്നോട് ഇന്നലെ ഒരു ഉയർന്ന ഒരാൾ പറഞ്ഞത്, തിരുമേനി, ഞാൻ നന്ദി പറയാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, തിരുമേനി 6 മണി കഴിഞ്ഞെങ്കിൽ ചിത്രം മാറിപ്പോയി. ദൈവകൃപയാണ്. 6 മണിക്ക് മുമ്പ് അങ്ങനെ പുറത്തിറക്കാൻ ഓരിയിട്ട് കളയാൻ പറ്റിയത് ദൈവകൃപയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ സമാധാനമായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് സ്വസ്ഥതയും എന്ന് അദ്ദേഹം നെഞ്ചത്തൊക്കെ കൈവച്ച് കാണും. അദ്ദേഹം പറഞ്ഞു, ആശ്വാസത്തോട് പറഞ്ഞു. 6 മണിക്ക് മുമ്പ് ഇത് നീക്കം ചെയ്യാൻ കഴിയുന്നതും ദൈവകൃപയാണ്. ആ ദൈവകൃപ എന്നും എപ്പോഴും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് മുൻപോമ്പിൽ ശരിക്കും പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട അച്ഛനും എൻ്റെ പ്രിയ മക്കൾക്കും എല്ലാ അനുമോദനങ്ങളും നേരുന്നു. ഇനിയും തലകൊള്ളാതിരിക്കാൻ കഴിവുണ്ടായാലും നമ്മുടെ സഭയുടെ പൊതു കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും മാത്രമേ ആവശ്യപ്പെട്ടു. ഞാനുണ്ടായാലും എനിക്ക് കിട്ടിയതിനായിരിക്കും. എല്ലാ അനുമോദനങ്ങളും പ്രാർത്ഥനയും സ്നേഹവും അച്ഛനും പക്ഷികൾക്കും നേർന്നുകൊണ്ട് ഇവരെ എല്ലാവരെയും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ കൈയടിച്ച് സ്വീകരിച്ചുകൊണ്ട് ഐക്യദാർഢ്യ പ്രമേയം അവതരിപ്പിക്കുവാനായിട്ട്
മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അങ്കമാലി ഭദ്രാസന ആസ്ഥാനമായ തൃക്കൊന്നത്ത് സെമിനാരി പാദയാത്രയുടെ അന്ത്യയാമങ്ങളിൽ ആംബുലൻസിൽ മാരകായുധങ്ങളുമായി കൈവശപ്പെടുത്തുന്നതായി നടത്തിയ കുരിശിത ശ്രമത്തിന് നേതൃത്വം കൊടുത്ത തോമസ് ബ്രദറിന്റെ നേതൃത്വത്തിലുള്ള പുത്തൻകുരിശ് മാഫിയ സംഘത്തെ നിരായുധനായി സധൈര്യം തടയാൻ ശ്രമിച്ച അരമന മാനേജർ ബഹുമാനപ്പെട്ട യാക്കോബ് തോമസിനോടും വൈദിക വിദ്യാർത്ഥികളോടുമുള്ള ഐക്യദാർഢ്യം ഈ പ്രമേയത്തിലൂടെ പ്രഖ്യാപിക്കുന്നു. സഭാ നേതൃത്വം തങ്ങളിൽ അർപ്പിച്ച ഉത്തരവാദിത്വം വിശ്വാസധീരതയോടെ നിറവേറ്റുന്നതിനിടയിൽ യാക്കോബായ സഭയുടെ അന്തീമോസ്, അത്താനാസിയോസ് തുടങ്ങിയവർ യാക്കോബായ ഗുണ്ടകളും നടത്തിയ അപ്രതീക്ഷിതമായ ഹീനമായ വധശ്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം സുഖപ്രാപിച്ച് തിരികെ എത്തിയ ബഹുമാനപ്പെട്ട യാക്കോബായോടും വൈദിക വിദ്യാർത്ഥികളായ റിജോ ചാർലി എന്നിവരോടുള്ള സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും വീണ്ടും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്നു. കുറ്റക്കാരായവർക്കെതിരെ ശക്തമായ നിയമ നടപടികളെടുത്ത് മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് 2014 ഫെബ്രുവരി 9 ഞായറാഴ്ച ആലുവ തൃക്കൊന്നത്ത് സെമിനാരിൽ ചേർന്ന അങ്കമാലി ഭദ്രാസന വൈദികരുടെയും സഭാ മാനേജിംഗ് കമ്മിറ്റികളുടെയും കൗൺസിൽ പൊതുയോഗം ഭക്തസംഘടനാ പ്രവർത്തകരുടെയും സമീപയോഗം ശക്തമായി ഈ കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. അവതാരകൻ പി വി ബർനാൻ, അനുവാദകൻ ഫാദർ ഫിലിപ്പ് പി മാത്യു. മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് സഭയുടെ വൈദിക ട്രസ്റ്റി ബഹുമാന്യ അച്ഛനെ അതിനോട് ക്ഷണിക്കുന്നു. നമ്മൾ ആർക്കു വേണ്ടി ഈ മീറ്റിംഗ് ഇവിടെ ക്രമീകരിച്ചു. അതിൻ്റെ പ്രധാന കഥാനായകനായിരിക്കുന്ന ബഹുമാനപ്പെട്ട യാക്കോബച്ചൻ, അദ്ദേഹത്തെ ഓർമ്മയുണ്ടായിരുന്ന സെമിനാരി അന്തേവാസി ശ്രീ റിജോ സ്റ്റാൻലി, ബഹുമാനിയായ വൈദികരെ, കർത്താവിനാൽ അനുഗ്രഹീതരായ വിശ്വാസികൾ, ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടും ആയുസ്സിൻ്റെ ബലം കൊണ്ടും മാത്രമാണ് ഇന്ന് ബഹുമാനപ്പെട്ട യാക്കോബച്ചനെ നമുക്ക് വീണ്ടും കാണുവാനായിട്ട് ഇടയാകുന്നത്. സാധാരണഗതിയിൽ ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു ബഹളം എന്താണ് നടക്കുന്നതെന്ന് അറിയാനായിട്ട് ഇറങ്ങിച്ചെന്ന് നോക്കിയത് തന്നെ വലിയ ധൈര്യമുള്ള ഒരു കാര്യമാണെന്ന് ഞാൻ പറയും. നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചേ, പലപ്പോഴും നമുക്ക് തോന്നും ഞാൻ അവിടെ ഉണ്ടായിരുന്നു, അവർക്ക് അടി കൊടുത്തതിനൊക്കെ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ തോന്നിയെന്ന് വരാം. പക്ഷേ അതുപോലത്തെ ഒരു സാഹചര്യത്തിൽ ഓരോരുത്തരും എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് ആ സാഹചര്യത്തിൽ വീണാലേ അറിയാൻ സാധിക്കും. ബഹുമാനപ്പെട്ട യാക്കോബച്ചൻ അതിനുള്ള ധൈര്യം കാണിച്ചു. സെമിനാരിയുടെ കാവൽഭടനായി നിന്നുകൊണ്ട് സെമിനാരിക്ക് ദോഷം വന്ന ഒരു സമയത്ത് ഇട്ടെറിഞ്ഞ് ഓടിപ്പോകാതെ താൻ മർദ്ദനമേറ്റിട്ടും താൻ നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ നിന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയവും എല്ലാവർക്കും ഉദാഹരണമായി സ്വീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് ആദ്യമേ അനുസ്മരിക്കുകയാണ്. വളരെ നാളുകളായി ഈ സെമിനാരിയോടുള്ളതായ അറ്റാക്ക് കാത്തലിക് വിഭാഗം തുടങ്ങിയിട്ട് ഓരോ വർഷവും പെരുന്നാളിന്റെ സമയത്തെ കുറേ പ്രസ്താവനകളൊക്കെ ആയിട്ട് ആദ്യം തീർന്നു. ഇപ്പോൾ ഓരോ അടി വെച്ച് മുമ്പോട്ട് കയറി ഇതിനെ തല്ലി തകർക്കാനായിട്ടുള്ള അവസ്ഥ വരെയും എത്തിയിരിക്കുന്നു. അന്നത്തെ ദിവസം രാത്രി ഏതാണ്ട് 4 മണിക്ക് ബഹുമാനപ്പെട്ട ജസനച്ചനാണ് ഇവിടെ നിന്ന് ഫോൺ കോൾ കിട്ടിയിട്ട് എന്നെ വിളിച്ച് വിവരം അറിയിക്കുന്നത്. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഈ സെമിനാരി മുഴുവൻ തല്ലി തകർക്കുന്നു, യാക്കോബച്ചനെ പൊട്ടിയിട്ടിരിക്കുന്നു, ഇവിടെയുള്ള ആളുകൾക്ക് ജീവഹാനി പോലും സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ള തരത്തിൽ ഒരു ഡിസ്ട്രസ് ഫോൺ കോളാണ് എനിക്ക് ലഭിച്ചത്. ഉടനെ തന്നെ SP വിളിക്കാനായിട്ട് തോന്നി. വിളിച്ചപ്പോൾ പോലീസ് പോയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. പിന്നെ അതിനുശേഷം ഫോണിലൂടെയൊക്കെ വിശദ വിവരങ്ങൾ അറിയുകയും നേരം വെളുക്കുന്നതിന് മുമ്പ് അവരെ പുറത്താക്കുകയും ഒക്കെ ചെയ്യാൻ സാധിച്ചത് വളരെ നല്ല കാര്യം തന്നെയാണെങ്കിലും ഈ ഉണ്ടായ അറ്റാക്ക് അല്ലെങ്കിൽ സെമിനാരിയിൽ ഉണ്ടായതായി കടന്നുകയറ്റം യാതൊരു കാരണവശാലും മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സഹിക്കാൻ സാധിക്കുന്നതിൽ അപ്പുറമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല.
പലപ്പോഴും മാധ്യമങ്ങളിൽ കൂടെ ഫാദർ സുബാനം പറയാറുണ്ട്, ഞങ്ങൾക്ക് സ്വത്തുകളൊന്നും വേണ്ട, ഈ വഴക്ക് സ്വത്തിന് വേണ്ടിയല്ല, സ്വത്ത് ഇതിന്റെ അകത്തൊരു പ്രശ്നമേ അല്ല എന്ന് മാധ്യമങ്ങളിൽ കൂടെ പൊതുജനം കേൾക്കാനായിട്ട് വലിയ ഒച്ചത്തിൽ വിളിച്ചു പറയും. എന്നാൽ അതേ ആളുകൾ തന്നെ ഈ സെമിനാരിക്ക് വേണ്ടി പുതിയ കേസ് കൊടുത്തിരിക്കുന്നു. നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ വിട്ടുകിട്ടുന്നതിന് വേണ്ടി പുതിയ കേസ് കൊടുത്തിരിക്കുന്നു. ഈ സെമിനാരി എന്ന് പറഞ്ഞാൽ ഇത് സ്വത്തല്ലേ? നെടുമ്പാശ്ശേരി ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ ഇത് സ്വത്തല്ലേ? പുറത്ത് ഒരു കാര്യം പരസ്യമായി പറയുകയും അകത്ത് അതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത് കാത്തലിക് വിഭാഗത്തിന്റെ സ്ഥിരം ശൈലിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാധ്യമങ്ങളെ കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ TV ചാനലിലെ കാണുമ്പോഴേക്കും കൈകൂപ്പി കണ്ണുനീരൊഴുക്കി അയ്യോ അയ്യോ എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ നിന്ന് എഴുന്നേറ്റ് അതിനെല്ലാം വിരുദ്ധമായി, ഘടകവിരുദ്ധമായി വിശാലിനെ പറ്റുന്നതായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത്. അഭിയുടെ സേവരേശ്വരനെ തുയോബോയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയായിരുന്നു. തുയോബോയിൽ കുർബാന അർപ്പിക്കുന്ന ആ വൈദികൻ തന്നെ സ്വയം ബലിയായി ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എന്റെ കൈയും കാലും മനസ്സും ഹൃദയവും ശരീരവും എല്ലാം കർത്താവെ തിരുസന്നിധിയിൽ ഞാൻ ബലിയായി അർപ്പിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ അർപ്പിച്ച ആൾ പകരം വേറെ ഒരാൾ ബലിയായി അവിടെ കൊണ്ടിട്ടു എന്നുള്ളതേ ഉള്ളൂ. ചവിട്ടി ശരിയാക്കി ബലിയായിട്ട് യഥാർത്ഥമായിട്ടുള്ളതായ ബലിയായിട്ട് അതിന്റെ മുമ്പിൽ കൊണ്ടിട്ടുകൊണ്ടാണ് തുയോബോ നടത്തിയത് എന്നുള്ളതായ ഒരു വ്യത്യാസം മാത്രം. ഈ സംഭവം ഉണ്ടായ അന്ന് മാധ്യമപ്രവർത്തകർ പലരും വിളിച്ച് അവരുടെ സംശയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയും സഭയുടെ നിലപാടറിയുന്നതിന് വേണ്ടിയും ഒക്കെ ചോദിച്ചു. അവർ ചോദിക്കുന്നത് കാത്തലിക് വിഭാഗത്തിന്റെ കയ്യിൽ രേഖയുണ്ടെന്നാണല്ലോ പറയുന്നത്. എന്ത് രേഖ? ഞാൻ ചോദിച്ചു, എന്ത് രേഖ? നിങ്ങൾ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടോ? ഏതാണ്ട് വിൽപത്രമൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. വിൽപത്രം മലങ്കര സഭയെ മുഴുവനും കൂടെ പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനിക്ക് തന്റെ സഹോദരനോ സഹോദരിക്കോ മാതാവിനോ പിതാവിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ വിൽപത്രം എഴുതി വെച്ചിട്ട് കാര്യം ചെയ്താൽ അവർക്ക് മലങ്കര സഭയുടെ സ്വത്തുള്ളവരും ചെന്ന് ചേരുമോ? അതൊരു കാരണവശാലും ചെയ്തില്ല. അതുപോലെ തന്നെ ഇത് ഒരു സഭയുടെ സ്വത്താണ്, ഇതൊരു കേന്ദ്രമാണ്. ഇവിടെ അതാത് കാലത്ത് നിയമിക്കപ്പെടുന്നവർ, സഭയാൽ നിയമിക്കപ്പെടുന്നവർ ഭരണം നടത്തുന്നു, താമസിക്കുന്നു. സഭ അവരെ അതിൽ നിന്ന് പിന്മാറ്റുമ്പോൾ അല്ലെങ്കിൽ അവരെ അതിൽ നിന്ന് കാര്യം ചെയ്ത് തന്റെ ജീവിതാന്ത്യത്തിൽ എത്തുമ്പോൾ അത് സഭ പിന്നീട് നിയമിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നു എന്നുള്ളതല്ലാതെ അതിന് നോമിനിയെ നിശ്ചയിക്കുവാൻ ആദ്യത്തെ ആൾക്ക് യാതൊരു അവകാശവും ഇല്ല. എന്റെ സ്വന്തം സ്വത്താണെങ്കിൽ, എന്റെ പേഴ്സണൽ പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രം എനിക്ക് ഇഷ്ടമുള്ളവർക്ക് അത് എഴുതി കൊടുക്കാം. ബാക്കിയുള്ളത് ഒരു പൊതു സ്വത്ത്, സഭയുടെ സ്വത്ത് എന്തായിരുന്നാലും അത് സഭയിലേക്ക് തന്നെ തിരിച്ചു ചെയ്യുന്നതല്ലാതെ അതിന്റെ ഭരണം നടത്തുന്ന ഒരാൾക്ക് പിന്നീട് വരുന്ന ഇന്ന ആളെന്ന് കണ്ടുകൊണ്ട് പിന്നീട് വിൽപത്രം പിന്നാലെ എഴുതി വെക്കുവാനായിട്ടുള്ള യാതൊരു അവകാശവുമില്ല. അങ്ങനെ എഴുതി വെച്ചാൽ അതിന് യാതൊരു വിലയുമില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്ക് പലർക്കും അത് ബോധ്യമായി ഈ പറയുന്നത് വെറും അബദ്ധമാണ് എന്നുള്ളത്. മറ്റൊന്ന് പറഞ്ഞു പരത്തുന്നത് അന്ത്യോക്യയിൽ നിന്നല്ലാതെ പൗരോഹിത്യ നൽകരങ്ങൾ ഒഴുകുന്നില്ല. അതുകൊണ്ട് അന്ത്യോക്യ ബന്ധം അവസാനിപ്പിച്ചപ്പോൾ അന്ത്യോക്യയിൽ നിന്നുള്ളതായ പൗരോഹിത്യത്തിന്റെ ശൃംഖല നമുക്ക് മുറിഞ്ഞുപോയി. മലങ്കര സഭയ്ക്ക് അന്ത്യോക്യൻ പൗരോഹിത്യം, യഥാർത്ഥമായിട്ടുള്ള പൗരോഹിത്യത്തിന്റെ ശൃംഖല മലങ്കര സഭയ്ക്ക് മുറിഞ്ഞുപോയി. അതുകൊണ്ട് ഇവിടെയുള്ളവരാരും പട്ടക്കാരുമല്ല, മേൽപ്പട്ടക്കാരുമല്ല എന്നുള്ളതാണ് ആ മാധ്യമ സുഹൃത്തുക്കളെ ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്തൊരബദ്ധമാണെന്ന് ചിന്തിച്ചു നോക്കുക. കർത്താവായ യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ തന്റെ 12 ശിഷ്യന്മാരെയും വിളിച്ച് അവരെ അനുഗ്രഹിച്ച് നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം അറിയിക്കാൻ പറഞ്ഞു. ഓരോരുത്തരും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും പോയി അവർ എന്നിടത്തെല്ലാം പള്ളികൾ സ്ഥാപിച്ചു, പട്ടക്കാരിയാക്കി. മാർത്തോമസ്ലീഹ ഇന്ത്യയിൽ വന്നു, 4 കുടുംബങ്ങളിൽ നിന്ന് പട്ടക്കാരിയാക്കി. ഇതെല്ലാം നമ്മൾ ചരിത്രത്തിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലേ. മാർത്തോമസ്ലീഹ ആക്കിയ പട്ടക്കാർക്ക് പട്ടമില്ലെന്ന് പറയാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അന്ത്രയോസ്ലീഹായോ അതുപോലെ മറ്റുള്ള ആളുകളോ സ്ലീഹന്മാർ ആരെങ്കിലുമോ കൊടുത്തിട്ടുള്ളതായ പട്ടത്തിന് പട്ടത്വമില്ല എന്ന് പറയാനായിട്ട് സാധിക്കുമോ? യാതൊരു തരത്തിലും സാധിക്കുകയില്ല. അനാവശ്യമായ തെറ്റിദ്ധാരണകളിൽ കൂടെ ഒന്നും അറിയാത്ത ജനത്തിന്റെ തലയിൽ ചില കാര്യങ്ങൾ ഓതിക്കൊടുത്ത് വിശ്വസിപ്പിച്ച് അതിനനുസരിച്ച് ചില നിഗമനങ്ങളിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ കൂട്ടം നടത്തുന്നത്. പത്രോസിന്റെ പരമാധികാരത്തെ കുറിച്ച് വിശ്വസിക്കുന്ന ഒരേ ഒരു കിഴക്കൻ സഭ, ഒരേ ഒരു ഓർത്തഡോക്സ് സഭ ആ പേരാൾ ഉപയോഗിക്കാമെങ്കിൽ സിറിയൻ ഓർത്തഡോക്സ് സഭ മാത്രമാണ്. സിറിയയിലെ ഓർത്തഡോക്സ് സഭ അതിന്റെ വാലാണ് ഇവിടെ ഉള്ളത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. സിറിയൻ ഓർത്തഡോക്സ് സഭയല്ലാതെ ഈ ലോകത്തിലെ ഒരു ഓർത്തഡോക്സ് വിശ്വാസ സഭയിലെയും ഒരു കിഴക്കൻ സഭയും
പത്രോസിന് പരമാധികാരമുണ്ട് എന്നുള്ളത് അംഗീകരിക്കില്ല. പത്രോസ് ശ്ലീഹ സമന്മാരിൽ മുമ്പനായിരുന്നു, ശ്ലീഹന്മാരിൽ ഏറ്റവും പ്രായം കൂടിയവനായിരുന്നു. പ്രായം കൂടിയവന്റെ ചില മുൻഗണനകൾ, ഒരു പ്രയോറിറ്റി ഓഫ് ഓണർ, ബഹുമാനത്തിൽ ഒരു ഒന്നാം സ്ഥാനം ഒരു പക്ഷേ ശ്ലീഹന്മാർ കൊടുത്തിരുന്നിരിക്കാം. അത് യാതൊരു കാരണവശാലും അധികാരത്തിൻ്റെതായിരുന്നില്ല. സ്വർഗത്തിന്റെ താക്കോലുകൾ, നരകത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും എന്നാണ് സുറിയാനി വേദപുസ്തകത്തിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. തരുന്നു എന്നല്ല, തരും എന്നാണ്. അത് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം വാക്യത്തിൽ പറയുന്നു. ഈ തരുമെന്ന് പറഞ്ഞത് കൊടുത്തത് എപ്പോഴാണ്? എല്ലാവർക്കും കൂടെ പൗരോഹിത്യ നൽവരങ്ങൾ കൊടുത്തപ്പോഴാണ്. പൗരോഹിത്യ നൽവരങ്ങൾ എല്ലാവർക്കുമായി കൊടുത്തു. തോമാശ്ലീഹായ്ക്ക് പൗരോഹിത്യം കിട്ടിയില്ല എന്നൊക്കെ യാക്കോബ് കർദ്ദിയൻ ബാവ 1971 പതുക്കെ പറഞ്ഞു നോക്കി. പക്ഷേ പറഞ്ഞതുപോലെ തന്നെ അത് വിഴുങ്ങേണ്ടതായും വന്നു. മറ്റൊരു കൽപ്പന മൂലം അതിനെ പിൻവലിച്ചില്ല എങ്കിലും ഇന്നത് ആരും പറയുന്നില്ല. 203-ാം നമ്പർ കൽപ്പന എന്ന് പറയുന്ന പാത്രിയർക്കീസ് ബാവയുടെ വേദവിരീതമടങ്ങുന്നതായ ഒരു കൽപ്പന നിലവിലുണ്ട് എന്നുള്ളത് ഈ പാത്രിയർക്കീസ് വിഭാഗക്കാർ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു സംഗതിയാണ്. അതിനാണ് ഈ പറഞ്ഞിരിക്കുന്നത്, പരിശുദ്ധനായ മാർത്തോമാ ശ്ലീഹായ്ക്ക്, ഇന്ത്യയുടെ അപ്പോസ്തലന്, നമ്മുടെ എല്ലാമായി നമ്മൾ കണക്കാക്കുന്നതായ പിതാവിന് പട്ടത്വമില്ല എന്നുള്ളതായ ആ വലിയ വേദവിരീതം ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അതിനെ എതിർത്തു. അതുകൊണ്ട് ആ പറഞ്ഞ സാധനം അതുപോലെ തന്നെ വിഴുങ്ങി ഒന്നും മിണ്ടാതെ അങ്ങനെ ഒരു കാര്യം ഉള്ളതുപോലും ലോകം അറിയരുതേ എന്ന് വിചാരിച്ചിരിക്കുകയാണ് പാത്രിയർക്കീസ് വിഭാഗക്കാര്. ഞാൻ എന്റെ വചനങ്ങൾ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട യാക്കോബ് അച്ഛന് ഉണ്ടായതായ അനുഭവങ്ങൾ അച്ഛൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളത് കേൾക്കുവാനും ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി ഇരിക്കുകയാണ്. കാരണം അച്ഛൻ ഇത്രയും ദിവസം ആശുപത്രിയിലായിരുന്നു. കഷ്ടതകൾ ഏറെ സഹിക്കേണ്ടി വന്നു. മലങ്കര സഭയ്ക്ക് ഒരു യഥാർത്ഥ രക്തം ചിന്തിയ സഹതാ കൂടെ ഉണ്ടാകാതിരിക്കുവാൻ ദൈവം കാത്തു എന്ന് മാത്രം നമുക്ക് ചിന്തിക്കാം. എന്നാലും രക്തം ചിന്തിയില്ല എങ്കിലും രക്തം പൊടിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കഷ്ടത അനുഭവിക്കുന്നവരെല്ലാം സഹോദരന്മാരുടെ ഗണത്തിലാണ്. നല്ല സന്യാസിമാർ പോലും സഹോദരന്മാരുടെ ഗണത്തിലാണ് എന്നാണ് പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. കാരണം അവർ ലോകത്തെ ഉപേക്ഷിച്ചവരാണ്. യാക്കോബ് അച്ഛൻ അതിധീരനായി ഈ സെമിനാരിയുടെ മാനേജരായിരിക്കെ സെമിനാരിയെ ഡിഫെൻഡ് ചെയ്തു. വളരെ തികച്ചും അനുയോജ്യമായ വിധത്തിൽ, സമയത്തിനൊത്ത വിധത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് അച്ഛന് സാധിച്ചതുകൊണ്ടാണ് ഇന്നും നമ്മളിവിടെ ഇരിക്കുന്നത് എന്ന് പോലും തോന്നിപ്പോകുന്നു. അച്ഛനെ അങ്ങേയറ്റം പ്രശംസിക്കുകയും ശ്ലാഘിക്കുകയും അച്ഛന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം റിജോയും സ്റ്റാൻലിയും രണ്ടുപേരോടും പ്രത്യേകമായിട്ട്, നിങ്ങളും വളരെ ബുദ്ധിമുട്ടിൽ കൂടെ കടന്നുപോയതാണ്. ജസനച്ചനോട് പറഞ്ഞ് യാക്കോബ് ഫോൺ ചെയ്തതൊന്നല്ല, എനിക്കൊന്ന് റിജോയാണെന്ന് തോന്നുന്നു. ജസനച്ചനെ വിളിച്ച് പറഞ്ഞത് ആകപ്പാടെ വലിയ ബുദ്ധിമുട്ടാണ്, സെമിനാരിയിൽ പോയി ഇടിഞ്ഞു വീഴും, ഞങ്ങളെയൊക്കെ തല്ലിക്കൊല്ലും എന്നുള്ളതായ ഒരു അവസ്ഥയിൽ പ്രാണഭീതിയോടുകൂടെയാണ് അദ്ദേഹം അവിടെ ഇരുന്നത്. അദ്ദേഹവും സെമിനാരി വിട്ട് ഓടിപ്പോയില്ല, ഓടിപ്പോകാനായിട്ട് തോന്നിയതുമില്ല അദ്ദേഹത്തിനും. രണ്ടുപേരും അതിന്റെ രക്തസാക്ഷികളാണ്, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചവരാണ്. മൂന്നുപേരെയും പ്രത്യേകമായിട്ട് അഭിനയിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവർക്ക് തുടർന്നും പ്രവർത്തിക്കുന്നതിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള കഴിവുകൾ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്